വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലവ് ഫാമിലി വ്ലോഗ്സ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ തിരുവോണമായിട്ട് എല്ലാവരും വീട്ടിൽ ഓണസദ്യയും അതേപോലെ ഓണക്കളികളൊക്കെ കളിച്ച് അടിച്ചു പൊളിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. സോ നമ്മളും അതേപോലെ തന്നെ നമ്മളെ ഫാമിലിയും കുറച്ച് കുഞ്ഞ് സെലിബ്രേഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് ഗെയിംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയുടെ കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളെല്ലാവരും പങ്കുചേരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഉടൻ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് മുന്നേ നമ്മളെ വീഡിയോ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോണം. ചിലപ്പോൾ പിന്നീട് പോയി സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തോണം. അതേപോലെ തന്നെ സോ നമ്മളെ വീഡിയോ തുടങ്ങുന്ന മുന്നേ ഓണ സെലിബ്രേഷൻ തുടങ്ങുന്ന മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? മാളു, അപ്പൊ നമ്മൾ രാവിലെ എന്താണ് നമ്മൾ തിരുവോണമായിട്ടുള്ള പരിപാടി? അത്തപ്പൂക്കളം. യെസ്, ഇന്നലെ നമ്മളപ്പം ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത്തപ്പൂക്കളമാണ്. തിരുവോണമായിട്ട് എല്ലാവരും അത്തപ്പൂക്കളമാണല്ലോ ചെയ്യുന്നതല്ലോ, എൻ്റെ പുതുമയൊന്നുമില്ല, എന്നാലും നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇന്നലെ മുതൽ രാത്രി നമ്മൾ ഡിസൈൻ എല്ലാം ചെയ്ത് വെച്ച് ഇനി പൂക്കളിട്ടാൽ മാത്രം മതി. ഭയങ്കര ഒരു നമ്മളെന്ത് മലയാളത്തിൽ തൊര എന്നൊക്കെ അങ്ങനെ പറയൂല, ആ ഒരു രീതിയിലാണ് ഞാൻ നിന്നത് പോലും. കാരണം അത്തപ്പൂക്കൾ ഇട്ടാൽ മതി എന്നുള്ള ഇൻട്രസ്റ്റിൽ. അപ്പൊ നമുക്ക് അത്തപ്പൂക്കളം ഇടാൻ പോയാലോ? യെസ്, കമോൺ, നീ കാണിച്ചു തരാം ബാ. സോ അതാ നമ്മൾ ഡിസൈൻ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്, പൂക്കളെല്ലാം അതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ അത്തപ്പൂക്കളിട്ട് തിമിർത്ത് തകർത്താടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മൾ ഓണമാകുമ്പം ഓണക്കളികൾ മസ്റ്റാണ്. അതില്ലാത്ത എന്ത് ഓണം അല്ലേടി, അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കളിക്കാൻ പോണ കളി എന്ന് പറയുന്നത് ബലൂൺ അല്ല, കപ്പ് കളി. വളരെ സിമ്പിളാണ്. 3 കപ്പുകൾ ഇങ്ങനെ നിരത്തി പിടിച്ച് വച്ചിട്ടുണ്ട്. നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇത് വീർത്തിട്ട് ഞാൻ ഡെമോ കാണിച്ചു തരാം. കേട്ടാ, അതേ അങ്ങനെ വെക്കാൻ പറ്റൂല, ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ട, അങ്ങനെ നമ്മൾ ഊതിയിട്ട് കപ്പുകൾ 3 ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നിറച്ച് വെക്കണം. മീൻസ് കപ്പുകൾ ഇങ്ങനെ അടുക്കി വെക്കണം. ഈ കപ്പുകൾ ആരാണോ അടുക്കി വെക്കണം അവരാണ് ഈ കപ്പ് കളിയിലെ വിന്നർ. സത്യം പറയട്ടെ, ഈ അമ്മ തോൽപ്പിച്ചത് എന്നെ കേട്ടോ. അമ്മ മാളുവാണ് വിന്നറായിരിക്കും. ഈ കപ്പ് ഞാനാണ്. അതല്ല, ഈ അമ്മയിൽ സത്യം ഞാൻ ജയിക്കുന്ന അമ്മ കയറി എനിക്ക് അതിലേക്ക് കൊതി, ഞാൻ ചിരിക്കാണ് ചെയ്തത്. ഗൈസ് പോ അങ്ങോട്ട്. അപ്പൊ അടുത്ത നമ്മൾ ഈ ഫസ്റ്റ് കപ്പ് കളിയിൽ വിജയിച്ചിരിക്കുന്നത് മിസ്സിസ് മാളു. ഇനിയിപ്പോ സെക്കൻഡ് കളിയിലോട്ട് പോവാം. കമോൺ ആണികളെ, ഇനി നമ്മൾ അടുത്ത് എന്താണ് കളിക്കാൻ വേണ്ടി പോണേ? ബിസ്ക്കറ്റ് കളി. അപ്പം ബിസ്ക്കറ്റ് കളിയാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോണ മക്കളെ. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ പൊക്ക ഉള്ളവർക്ക് ഈ സൈഡ് ഇത് കളിച്ച് തിന്നാൻ വേണ്ടി പറ്റും. പൊക്ക ഇല്ലാത്ത ഈ 2 കുള്ളത്തിമാർ എന്ത് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ എനിക്ക് നിങ്ങളെക്കാൾ അത്യാവശ്യം ആയിട്ടുണ്ട്. പിന്നെ ജയിക്കുന്ന ആരും നോക്കാം. ജയിക്കുന്ന ആൾക്ക് സമ്മാനങ്ങളൊന്നുമില്ല. ഒരു ബിസ്ക്കറ്റ് ഫ്രീ, അല്ല ഒന്നല്ല 2 ബിസ്ക്കറ്റ് ഫ്രീ. പിന്നെ ഇതിൽ 2 കഴിക്കണമെന്നില്ല. ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് ആരാണോ കഴിച്ചു തീർക്കുന്ന വ്യക്തി അവരാണ് വിജയ്. 2 കഴിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. ഞാനാണ് ആദ്യം 1 കഴിച്ചാൽ ഇതുകൊണ്ട് മതി. നീയാണ് കഴിക്കണമെങ്കിൽ 2 കഴിക്കണം. എവിടത്തെ ന്യായം? അതെവിടത്തെ ഞാൻ പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി എനിക്ക് ഓണത്തല്ല് അടിക്കാൻ സമയമില്ല, എന്ന് ഞാനേ ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓണത്തല്ല് ഞാൻ ഇവിടെ സമ്മതിക്കൂല. അപ്പൊ നമുക്ക് കളിക്കാം. 3, 2, 1, go.
അയ്യോ. ഇങ്ങനെ നടക്കുമോള്? അയ്യോ. ഈ ബിസ്ക്കറ്റുകളിൽ വിജയിച്ചിരിക്കണ ഈ സ്വന്തം ഞാൻ തന്നെയാണ്, സ്വന്തം മാരതി. ഇല്ല, എന്തെന്ന് ഞാൻ പറയട്ടെ, ജയിക്കും. അമ്മ മറ്റേ ബിസ്ക്കറ്റ് ചീറ്റിങ്ങിലൂടെയാണ് കൈയിട്ടാണ് ചെയ്തത്, അതെങ്ങനെ വിജയിക്കാൻ വേണ്ടി പറ്റും? അപ്പൊ ഇത് നേരവണ്ണം കളിച്ചത് ഞാനാണ്. ശരി, സമ്മതിച്ച്. ആദ്യത്തെ ബിസ്ക്കറ്റ് ഞാൻ വാവുകൊണ്ട് കടിച്ച് എടുത്തു കഴിഞ്ഞില്ല. ഫസ്റ്റ് ചീറ്റിംഗ് ചെയ്ത രണ്ടാമത്തെ ബിസ്ക്കറ്റിൽ അമ്മ ചീറ്റിംഗ് ചെയ്ത, അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ കൊടുക്കൂല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, കുഴപ്പമില്ല, ഞാൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്ന ഇതിൽ. കാരണം ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ കടിച്ച് ഞാൻ ഫുള്ളായിട്ട് ഇറക്കി. ഏതൊരു ബിസ്ക്കറ്റിന് നൂല് ഞാൻ വയറ്റിൻ്റെ അകത്ത് ഇറക്കി. 2 ആകുമ്പോൾ നൂലായിരിക്കും വരേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ബിസ്ക്കറ്റുകളെ ഞാനാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി ഇതിലൊരു മാറ്റവും ഇല്ല. നമുക്ക് അടുത്ത കളിയിലോട്ട് പോവാം. അടുത്ത കളി എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം മലയാളികളുടെ സ്വന്തം കസേരക്കളി. ഓക്കെ, വാ. സോ വീണ്ടും ദാ ലെമൺ ആൻഡ് സ്പൂൺ കളിയായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. സ്റ്റാർട്ട് ചെയ്യാം. വായി വയ്ക്കരുത്, ഞാൻ പറയട്ടെ, അത് ഞാൻ വായി വയ്ക്കട്ടെ. ഇവിടെ തൊട്ട് ഫിനിഷിംഗ് പോയിന്റ് എവിടെയാണ്? എവിടെ? അത്തത്തിൻ്റെ അവിടെ. എന്നിട്ട് വീണ്ടും തിരിച്ച് അതേപോലെ ദാ ഇവിടെ വരണം. ഓക്കെ, അത് നമ്മുടെ സ്പൂണിന്റെ പ്രശ്നം. ഓക്കെ, റെഡി, സ്റ്റഡി, ഗോ. തിരുവോണക്കളികൾ അല്ലെങ്കിൽ ഓണക്കളികളെല്ലാം കളിച്ച് തളർന്ന് നമ്മൾ ക്ഷീണിതയിരിക്കുകയാണ്. തൊട്ട് അവിടെ കാണുമ്പോൾ മനസ്സിലാവും തോറ്റ് തൊപ്പിയിട്ട് അമ്മയാണ് നമുക്ക് വീണ്ടും കാണാൻ വേണ്ടി പറ്റുന്നത്.
തോറ്റ പോരാളികൾ എപ്പോഴും പറഞ്ഞ വാക്കുകളാണ്, വെറും വാക്കുകൾ. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും ഞാൻ കഷ്ടപ്പെട്ട് വിജയിച്ചതാണ്. കുഴപ്പമില്ല, കണ്ടറിയാം. നമുക്ക് നോക്കാം. നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ ചീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ഇതിൽ ഒരാളുടെ കുറവുണ്ട്, നമ്മൾ അച്ഛൻ. പക്ഷെ അച്ഛൻ എന്ത് പറ്റാൻ? അല്ല, അച്ഛനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അച്ഛനൊന്നും ലീവ് കിട്ടിയില്ല. അച്ഛൻ മാക്സിമം ലീവ് എടുക്കാൻ നോക്കി, പക്ഷെ അച്ഛനൊന്നും ലീവ് കിട്ടിയില്ല. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നമുക്ക് ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓൾവേസ് അടിപൊളിയായിരുന്നു. പിന്നെ പക്ഷെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാകും. അത് കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. കാരണം അച്ഛനും ഈ ഗെയിംസിനൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുഴപ്പമില്ല, അടുത്ത വട്ടം നമ്മൾ ട്രൈ ചെയ്യും. അച്ഛൻ ലീവ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിപ്പിക്കാൻ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യും. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിക്കുന്നില്ല. ലാസ്റ്റ് ഒരു അടിപൊളി കിടുക്കാച്ച ഒരു ഓണ ഡാൻസ് കളിയും കൂടെ ആയാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ നമ്മളെ വീഡിയോ. അപ്പം നമുക്ക് കളിക്കാം. അല്ല, നമുക്ക് ഡാൻസും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതൊക്കെ. ദിസ് ഈസ് ആദി സൈനിങ് ഓഫ്, ആദി സൈനിങ് ഓഫ് ആൻഡ് അമ്മ സൈനിങ് ഓഫ്. സോ ഒന്നും കൂടെ എല്ലാവർക്കും അടുത്ത വർഷം ഇനി പറഞ്ഞ എല്ലാ വർഷവും നിങ്ങളെ ജീവിതം കളർഫുൾ ആകട്ടെ, നല്ല ഹാപ്പിനെസ് നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ഓണം വൺസ് അഗൈൻ. ബൈ ബൈ.